ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആണെന്ന ഇലക്ഷൻ്റെ റിസൾട്ടോ നമ്മുടെ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടുള്ള റുപ്പിയുടെ താഴ്ചയോ, ചൈനയിലെ ചൈന നേടിയ $1 ട്രില്യൺ $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ US ട്രേഡ് സർപ്ലസോ, അല്ലെങ്കിൽ 150 വർഷം പഴക്കമുള്ള നാഷണൽ സോങ്ങിനെ ചുറ്റിയുള്ള നീണ്ട ഡിബേറ്റ്സോ, 10 മണിക്കൂറാണ് പാർലമെൻറ്റിൽ എടുത്തത്. അതോ അല്ലെങ്കിൽ ഈ ചോർച്ചോരിയെ പറ്റിയുള്ള ഒക്കെ ചോർച്ചോരിയെ പറ്റി സംസാരിക്കുമ്പം അത് പറഞ്ഞ ആൾക്കാരെ കളിയാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയോ ഇതൊന്നുമല്ല. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേറൊരു വിഷയമാണ്, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ക്രിക്കറ്റിൽ ഉള്ള ചില അനീതികളെ പറ്റി, അതായത് ക്രിക്കറ്റിനെ പറ്റിയും അതിൻ്റെ അനീതിയെ പറ്റിയും, പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു കളിക്കാരല്ല, കുറേ കളിക്കാർക്ക് എഗൻസ്റ്റായിട്ടുള്ള അനീതിയും ചില കളിക്കാർക്ക് വേണ്ടിയുള്ള ചില അതിരുകടന്ന ഫേവറിറ്റിസവും അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ബേസിക്കലി നമ്മൾ പറയുന്നത് ആരെപ്പറ്റിയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. സഞ്ജു സാംസനെ പറ്റി തന്നെ. നമ്മുടെ കേരളത്തിൽ നിന്ന് ക്രിക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫീൽഡിലേക്ക്, ക്രിക്കറ്റ് രംഗത്തേക്ക് കടന്നു വന്ന ഒരു പക്ഷേ ശ്രീശാന്തിനേക്കാളും പ്രമുഖനായി മാറിയ മലയാളി താരം സഞ്ജു സാംസനെ പറ്റി തന്നെയാണ്. അത് അനീതി എന്ന് പറഞ്ഞതും ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും. കാര്യം സഞ്ജു സാംസൺ ആക്ച്വലി 3 ഫോർമാറ്റിലും കളിക്കാൻ യോഗ്യനായ, അതിന് ടാലൻ്റുള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. പക്ഷേ പുള്ളി ഇതുവരെ ടെസ്റ്റ് കളിച്ചിട്ടില്ല. ODI കളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ODI സൗത്ത് ആഫ്രിക്കയിലെ സെഞ്ചുറി നേടി ആ കളി ജയിപ്പിച്ച ആളാണെങ്കിൽ പോലും അതിനുശേഷം സഞ്ജുവിനെ ODI എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. പിന്നെ സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് T20 ആണ്. നാഷണൽ ടീമിൽ മത്സരങ്ങൾക്കായാലും അല്ലെങ്കിൽ IPL ആയാലും ഒക്കെ കൂടി. അപ്പം സഞ്ജു സാംസൺ അതിൽ ഒരു നല്ല റെക്കോർഡുള്ള, നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കളിക്കാരനാണ്. പക്ഷേ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള സീരീസിൽ ആദ്യത്തെ 2 ടീമിലുണ്ടെങ്കിലും ആദ്യത്തെ 2 മത്സരങ്ങളിലും പുള്ളി ബെഞ്ചിലിരിക്കുമായിരുന്നു. അതേസമയം കുറേ നാളായി ഒരു 50 പോലും, കഴിഞ്ഞ 10-20 മാച്ചുകളിലൊരു 50 പോലും നേടാത്ത ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും സൂര്യകുമാർ യാദവ് നല്ല കളിക്കാരനായിരുന്നു. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് കളിക്കുന്നില്ല. പുള്ളി ക്യാപ്റ്റനായതുകൊണ്ട് പുള്ളിയെ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനാണ്, പുള്ളിയെ മാറ്റാൻ പറ്റില്ല. വൈസ് ക്യാപ്റ്റനും തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പത്തെ 4 റൺസ്, കഴിഞ്ഞ കളിയിൽ ഗോൾഡൻ ഡക്ക്. അപ്പം പിന്നെ ചില ആൾക്കാർ, നമ്മുടെ ആശിഷ് നെഹ്റ പോലുള്ളൊരു 2 കളിയിൽ ഇത് ചെയ്യാതിരുന്നതുകൊണ്ട് അതൊരു ഗില്ലിനെ എതിരായിട്ട് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തമാശ. 2 കളിയല്ല, അതിന് മുമ്പത്തെ സീരീസിലും ഏഷ്യ കപ്പിലും അതുപോലെ കഴിഞ്ഞ ഒരു 10-30 മാച്ചസിലും ഗില്ലൊന്നും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത് നമുക്ക് ഇപ്പം ഈ സഞ്ജു സാംസന്റെ കാര്യം മാത്രമല്ല, ഇങ്ങനെ അനീതി ശ്രേയസ് അയ്യർ ആയാലും, ഇഷാൻ കൃഷ്ണനായാലും, ജയ്സ്വാളായാലും ഗെയ്ക്വാദായാലും ഇവർക്കൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അവരൊക്കെ നല്ല കളിക്കാരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളവരുമാണ്. പക്ഷേ അവർക്കൊക്കെ ടീമിൽ ഇടം പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തമാശ. അതേസമയം ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാണോ എന്നുള്ള ആരുടെയൊക്കെയോ വാശി. അത് എന്ത് വാശിയാണെന്നറിയില്ല. BCCയുടെ വാശിയാണോ, അതോ ഗില്ലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പ്രമുഖരായ പഴയ കളിക്കാരോ, അല്ല BCCയിലൊക്കെ നല്ല പിടിപാടുള്ള, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ഒരു പഴയ കളിക്കാരുടെ ആവശ്യമോ അല്ലെങ്കിൽ ആഗ്രഹമാണോ ഇതിൻ്റെ പുറകിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ഗില്ല് ഒരു T20 കളിക്കാരനെ അല്ല, ടെസ്റ്റ് കളിക്കാരനാണ്. പിന്നെ ODIയിൽ വേണേൽ അത്യാവശ്യം കളിക്കാം.
എന്നുള്ളതാണ്. പക്ഷെ T20 കളിക്കാരനല്ല. കാര്യം അത് ഇപ്പോൾ സഞ്ജുവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2023 ജനുവരി മുതലുള്ള കളികൾ നോക്കിയാൽ ഗില്ലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 28 ആവറേജും 140 സ്ട്രൈക്ക് റേറ്റുമാണ്. അതേസമയം സഞ്ജുവിൻ്റേത് 34 ആവറേജും 175 സ്ട്രൈക്ക് റേറ്റുമാണ്. സ്ട്രൈക്ക് റേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ T20 മാച്ചസ് അല്ലേ? അത് നമുക്കെല്ലാം അറിയാം. ആവറേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും ഇത്ര സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടും സഞ്ജുവിന് ഗില്ലിനേക്കാളും നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷം 2020 ഈ CAT 2020 പ്ലെയറായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് സഞ്ജു സാംസൺ. അതുപോലെ കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി നേടിയ ആളാണ് സഞ്ജു സാംസൺ. ഇതൊക്കെ കണ്ടിട്ടും ഇപ്പം ബെഞ്ചിലിരിക്കുന്നതിന് ജസ്റ്റ് മുമ്പേ സ്മാറ്റിൽ ആഭ്യന്തര കളിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സഞ്ജു സാംസൺ. ഇതൊന്നും ഈ സെലക്ടേഴ്സിൻ്റെയോ BCCIയുടെയോ കണ്ണിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര വിരോധാഭാസം തന്നെയാണ്. ചിലപ്പോൾ തോന്നും ഈ സഞ്ജു സാംസനെ എങ്ങനെ ടീമിലെടുക്കാതിരിക്കാം, എങ്ങനെ ബെഞ്ചിലിരുത്താമെന്ന് റിസർച്ച് നടത്തുന്നതാണ് ചില ആൾക്കാരുടെ, എസ്പെഷ്യലി BCCIയുടെയും അതിൻ്റെ മറ്റുള്ള ഭാരവാഹികളുടെയും ഹോബി എന്ന് തോന്നുന്നു. കാര്യം ഓരോ കാരണങ്ങൾ പറയും. ഓപ്പണറാകുമ്പോൾ പറയും, ഓപ്പണറിൽ മാറ്റുന്ന സമയത്ത് പറയും. ഓപ്പണറായിരിക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത്. 3 സെഞ്ചുറി ചെയ്തതൊക്കെ അഭിഷേക് ശർമ്മയോട്. അതിൽ നിന്ന് മാറ്റുമ്പോൾ പറയും അതിന് മുമ്പ് ഗില്ല് ഓപ്പണിങ് കളിച്ചതാണ് പുള്ളിയുടെ അവകാശമാണ്. അതെന്ത് അവകാശമാണ്? കളിക്കുന്നതിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലല്ലോ അല്ല അവകാശം വരുന്നത്. അല്ലാതെ ഒരു കളിക്കാരന് ഇപ്പം ഈ വിരാട് കോഹ്ലിക്കും അല്ലെങ്കിൽ രോഹിത് ശർമ്മയൊക്കെ മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള ഫോമാറ്റിൽ നിന്നൊക്കെ മാറ്റുന്നതിനൊന്നും ഒരു നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ അവരുടെ ക്രെഡൻഷ്യൽസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം കപിൽ ദേവിനെയൊക്കെ അന്ന് വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം പിന്നെ ടെസ്റ്റ് സീരീസിൽ ഒരു കളിക്ക് ശരിയില്ലെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ലാത്ത അവസ്ഥ നമുക്കുണ്ട്. ഈവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഈ ഗില്ലിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് മനസ്സിലാകുന്നില്ല. ഗില്ല് അത്ര വലിയ ഭയങ്കര സച്ചിന് കോഹ്ലി പോലുള്ള ഒരു കളിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗില്ല് നല്ല കളിക്കാരനാണ്, ക്ലാസ് കളിക്കാരനാണ്. സഞ്ജു അതുപോലെ തന്നെയാണ്. ബാക്കിയുള്ള ഈ പറഞ്ഞ കളിക്കാരെല്ലാം നല്ല കളിക്കാരാണ്. അപ്പം അവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ഗില്ലിന് മാത്രം, അതായത് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും അവസരം കൊടുക്കും. അതേസമയം സഞ്ജു സാംസണൊക്കെ ഒരു മാച്ചിൽ പുറകോട്ട് പോയാൽ ഞാൻ പറഞ്ഞ അതിനുവേണ്ടി ഇതിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അവസരം വീണ് കിട്ടാൻ വേണ്ടി എങ്ങനെ മാറ്റാമെന്നത്. അടുത്ത കളിയിലെ ബെഞ്ച് അല്ലെങ്കിൽ അടുത്ത സീരീസിലെ ഔട്ട്, ഇതാണ് അവരുടെയൊക്കെ ഇത്. അപ്പം ഇത് ഒരു അനീതി തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതൊരു സഞ്ജു സാംസണും അതുപോലുള്ള കളിക്കാർക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവം, അതായത് അവരെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളൊരു ഒരു കാര്യവും ഒരു ചിന്താഗതിയും. അതേസമയം ചില കളിക്കാരെ, അതായത് ഇപ്പം ഗില്ലായാലും സ്കൈ ആയാലും കൺസിസ്റ്റൻ്റ്ലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ കളിക്കാർക്ക് ഫേവറായിട്ടുള്ള തീരുമാനങ്ങൾ, അവരെ മാറ്റാൻ തീരുമാനിക്കാത്ത ഒരു എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ വേറെ ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ എങ്ങനെയും വളർത്തിയെടുക്കണമെന്നുള്ളൊരു വാശിയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇതൊരു ശരിക്കും പൊളിറ്റിക്സാണ്. ഇത് നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒക്കെ കാണുന്ന പൊളിറ്റിക്സിനേക്കാളും ഒരു മോശം, അതായത് വളരെ എക്സ്പ്ലിസിറ്റായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് യാതൊരു വിധമായ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ കളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒന്നും ഒരു വികാരത്തെ ഒന്നും യാതൊരു മാനിക്കാതെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഹയറപ്സിൽ, ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ സപ്പോർട്ടുണ്ടോ എന്നറിയത്തില്ല. അവരുടെ ഹയറപ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം ജയ്ഷായുടെ ആണോ BCCIയുടെ ആണോ അല്ലെങ്കിൽ ഗംഭീർ BJP ആയതുകൊണ്ട് BJP ആയതുകൊണ്ട് അല്ലെങ്കിൽ BJPയോടുള്ള ബന്ധം കൊണ്ടാണോ എന്താണ് ഇതെന്ന് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ അതോ ഇനിയും റീജിയൻ ആണോ, ലാംഗ്വേജ് ആണോ, കാസ്റ്റ് ആണോ, റിലിജിയൻ ആണോ ഇതിൻ്റെ പുറകിലുള്ള ചെയ്താവുക, അതും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് അനീതിയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല, കോർപ്പറേറ്റ് വേൾഡിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഫേവറിറ്റിസവും ചിലരെ ഒതുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ നടക്കുന്നെങ്കിൽ
ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ പോലും ചെയ്യും. ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരു വേറെ രീതിയാണത്. ഇത് ശരിക്കും പ്രത്യക്ഷമായി ആരും ചോദ്യം ചെയ്ത് അല്ലെ ആരുടെ ചോദ്യത്തിന് ഒരു വില കൊടുക്കുന്നില്ലെന്നുള്ള രീതിയിൽ വളരെ ബ്ലാറ്റൻ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തൊരു മര്യാദകേടാണെന്ന് ചിലപ്പം തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് എങ്ങനെ അവസാനിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇതിനെന്താ മാർഗം, ഇതിനെന്തോ ആരിടപെടണം, ഇതിനെ ശരിക്കും ഈ സെലക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കുന്ന ആൾക്കാർ എന്നോടൊരു ചോദ്യമുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ടാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കാര്യം കുറേ കളിക്കാരുടെ കരിയർ വെച്ചിട്ടാണ് കളിക്കുന്നത്. വേറെ ചില ആൾക്കാർ, അർഹതയില്ലാത്ത ചില ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഗില്ലിനെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കാൻ വേണ്ടി, ഇത് ആർക്കാണ് ഇത്ര വലിയ താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ആരുടെയും പേഴ്സണൽ ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഈ BCCI അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത്? അത് ഒരു ബോഡിയല്ല. സഞ്ജു സാംസൺ ഇന്ത്യൻ സിറ്റിസനാണ്, ജയസ്വാൾ ഇന്ത്യൻ സിറ്റിസനാണ്, ഗില്ലിൻസ്, ഇവർക്കെല്ലാം ഒരേ നീതിയല്ലേ, ഒരേ അവസരങ്ങളല്ലേ കിട്ടുന്നുണ്ട്. അത് അവരുടെ ടാലൻറ്റിൻ്റെ, അവരുടെ കഴിവുകളുടെ, അവരുടെ റെക്കോർഡിൻ്റെ ബേസിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ കരിയർ നശിപ്പിക്കുകയും അങ്ങനെ ഇപ്പം ഗില്ലിനെ പോലുള്ള ആൾക്കാരെ സഹായിക്കുകയും, ഇപ്പം സ്കൈ ആണെങ്കിലും എനിക്ക് തോന്നുന്നു പാസ് പ്രീ ടൈം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് അവസാനിപ്പിക്കണം ശരിക്കും. ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് അനീതിയാണ്, മര്യാദകേടാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം സഞ്ജു സാംസണിന് 30 വയസ്സ് കഴിഞ്ഞു. ഇനി അയാൾക്ക് എത്ര വർഷം കളിക്കാൻ പറ്റും? അപ്പോൾ അയാളുടെ കരിയർ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പോസിബിൾ അവസരം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് ഒരു അവസരം കൊടുത്ത്, 2 അവസരം കൊടുത്ത്, ഇപ്പോൾ ഇവർക്കൊക്കെ എത്ര അവസരങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുന്നു. അതുപോലെ ഒരു അവസരം എന്താണ് സഞ്ജു സാംസണിയുടെ? സഞ്ജു സാംസൺ ഒരു അവസരം അല്ലെങ്കിൽ മാക്സിമം 2 അവസരം കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എടുത്ത് പുറത്ത് കളയുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യന് ഇതേപോലെ സഞ്ജു സാംസൺ ഇവർക്കൊക്കെ കിട്ടിയ പോലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവസരങ്ങൾ ഡിസ്പൈറ്റ് ഫെയിലിയേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ അയാൾ ശരിക്കും ഇതിനേക്കാളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു കളിക്കാരനായനുമായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സോ ഇത് മാറിയേ പറ്റൂ ആക്ച്വലി. എന്ത് ചെയ്യണമെന്ന് ഈ സഞ്ജു സാംസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ആക്ച്വലി എല്ലാവരും, അതായത് പഴയ കളിക്കാർ, സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, അല്ലാതെ സേവാഗ് ആയാലും യുവരാജ് ആയാലും കപിൽ ദേവ് ആയാലും ഗവാസ്കർ ആയാലും റോബിൻ ഉത്തപ്പ, പിന്നെ ഈവൻ കമൻറ്റേറ്ററായിട്ടുള്ള ആശിഷ് ചോപ്ര, രവി ശാസ്ത്രി, ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഈ സഞ്ജു സാംസനെ ഗില്ലിന് വേണ്ടി പുറത്തു നിൽക്കുന്നത് അനീതിയാണെന്ന് തന്നെയാണ്. സോ അത് തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സംശയം, ഇപ്പോൾ അടുത്ത 3ാമത്തെ കളിയിലെ ഈ ബഹളത്തിന് വേണ്ടി സഞ്ജു സാംസനെ ചിലപ്പോൾ കൊണ്ടുവന്ന ഓപ്പണിംഗ് വരും. ഹീസ് അണ്ടർ ലോഡ് ഓഫ് പ്രഷർ നാവും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട്. സോ ഹി ഹാസ് ടു പെർഫോം. ആ പെർഫോം ചെയ്ത സമയത്ത് അയാളുടെ നാച്ചുറൽ ഗെയിം എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ഔട്ടായി പോകും. അപ്പം അത് നമ്മളെന്ന് പറഞ്ഞ് നോക്കിയാൽ ഒരു സെഞ്ചുറി, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഡെക്ക്, പിന്നെ ഒരു ഡെക്ക്, പിന്നെ ഒരു സെഞ്ചുറി, അങ്ങനെയാകുമ്പം. സോ T20 അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ ലോ സ്ട്രൈക്ക് റേറ്റിൽ ഇത് ചെയ്യുക എന്നുള്ള സ്ട്രൈക്ക്, ചിലത് വിജയിക്കും, അത് ഇമ്പാക്ട്ഫുൾ ആയിരിക്കും, ചിലത് ചിലപ്പോൾ ഇത് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ ഈ T20 ഫോർമാറ്റ്. അപ്പം അത് കളിക്കാനുള്ള അയാൾ നാച്ചുറൽ ഗെയിം കളിക്കത്തില്ല, വളരെ സ്ലോ ആയിട്ട് നിൽക്കും, എന്നിട്ട് ഔട്ട് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ ചിലപ്പോൾ സ്ലോ സ്കോർ ആയിരിക്കും, പക്ഷേ ഇമ്പാക്ട്ഫുൾ ആണ്. പക്ഷേ അത് പോരാ. അവർക്ക് സഞ്ജു സാംസൺ എപ്പോഴും സെഞ്ചുറി അല്ലെ മിനിമം ഹാഫ് സെഞ്ചുറി തന്നെ കേട്ടിരിക്കണം, അല്ലെങ്കിൽ ഹീസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതാണ് പുള്ളിക്ക് വേണ്ടിയുള്ള ബെഞ്ച് മാർക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ 10, 15 ആയാലും ഭയങ്കര സ്കോറാണ്. എനിവേ ലെറ്റ്സ് സീ. ഈ 3ാമത്തെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്ത കളിയിലേക്ക് ആക്കിയിട്ട് ഈ പ്രഷറിലാക്കി ചിലപ്പോൾ എളുപ്പം ഔട്ടായി പോയാൽ അത് വെച്ചിട്ട് പിന്നെ അടുത്തതിൽ ബെഞ്ചിലിരുത്തും, അതാണ്. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ വാച്ചുകളോളം എത്ര വാച്ചുകൾ വേണമെങ്കിലും 0യോ സിംഗിൾ ഡിജിറ്റിലോ കളിച്ച് അങ്ങനെ പോകാം. അതായത് ഇവരുടെയൊക്കെ പ്രൈവറ്റ്, അവരുടെ സ്വകാര്യമായിട്ടുള്ള എന്തോ സ്വത്തോ അതിനുള്ള അവകാശമോ പ്രിവിലേജോ ഒക്കെ ഇവർക്കുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. ശരി, ലെറ്റ്സ് സീ എന്തായിരിക്കുമെന്ന്. സോ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നിടം വരെ
നന്ദി, നമസ്കാരം. ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.